ആ, മടിയനെ തേടി മരണം പോലും വന്നേക്കാം. പഠിത്തത്തിലായാലും എന്തിലായാലും അധ്വാനിച്ചാൽ നമുക്ക് മുൻപന്തിയിലെത്താം. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഇന്നെന്താണെന്നറിയില്ല. എന്നും ഇത് തന്നെയാ പറയാറ്. അല്ലെങ്കിൽ വേണ്ട, അധികം ബിസ്ക്കറ്റ് തിന്നാൽ ദാഹിക്കും. മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ കുറുക്കനെ പോലെ ആയല്ലോ പഗ്ഗു. അതേത് കുറുക്കൻ? ആ കഥയൊന്ന് പറയാമോ അമ്പിളിമാമ? പിന്നെന്താ, അടുത്തത് ആ കഥയായിക്കോട്ടെ. മുന്തിരിയും കുറുക്കനും. മുന്തിരി കൃഷിയുള്ള ഒരു കുറുക്കനുണ്ടായിരുന്നു. ധാരാളം വിളവ് കിട്ടിയിട്ടും ഒരു മുന്തിരിക്കായ് പോലും അവൻ ഒരുത്തർക്കും കൊടുക്കില്ലായിരുന്നു. മഹാപിശുക്കനായ അവൻ മുന്തിരിങ്ങ ചോദിച്ചു വരുന്നവരോടെല്ലാം പറയും, ഹോ, എന്തൊരു പുളിപ്പായി മുന്തിരിങ്ങയ്ക്കെന്നറിയാമോ? പുളിച്ച് പുളിച്ച് തല പൊട്ടിപ്പോകും. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരും മുന്തിരി ചോദിച്ചു വരില്ലെന്നറിയാമല്ലോ. എന്നാൽ ഒരു ദിവസം, മന്ത്രി, ഊരു ചുറ്റിയിട്ട് കുറേയായി. നമ്മുടെ പ്രജകളുടെ ക്ഷേമമൊന്ന് അന്വേഷിച്ചാലോ? തിരുമനസേ, അത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് പുറപ്പെടാം. നടത്തം ആരോഗ്യത്തിന് നല്ലതാണ്. രാജാവ് പരിവാര സമേതം കാട് ചുറ്റാനിറങ്ങി. നമ്മുടെ കാട് കൂടുതൽ സുന്ദരമായിട്ടുണ്ട്, അല്ലേ മന്ത്രി? തിരുമേനി, പോരാത്തതിന് വസന്തകാലമല്ലേ? അങ്ങയുടെ ഭരണത്തിൽ നമ്മുടെ കാട് സമ്പൽ സമൃദ്ധമാണ് തിരുമനസേ. തുടങ്ങി. താൻ ഈ പുകഴ്ത്തൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ പിരിച്ചുവിടും, പറഞ്ഞേക്കാം. തിരുമനസേ, അങ്ങയുടെ മഹാമനസ്കത. അതെന്താ ആ കാണുന്നത്? അത് മുന്തിരിവള്ളിയാണ് രാജൻ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചത് ഈ തോട്ടം ആരുടേതാണെന്നാണ്. അതു പിന്നെ നമ്മുടെ ബ്ലൂവൻ കുറുക്കന്റെയാ. നമ്മുടെ പടൻ കപിലനെ വിട്ട് ബ്ലുവനെ വിളിപ്പിക്കൂ. ജി മഹാരാജൻ. ആരവിടെ? മന്ത്രിജി പറഞ്ഞാലും. അതു പിന്നെ നമ്മുടെ ബ്ലൂവനെ വിളിച്ചു കൊണ്ടുവരൂ. നമുക്ക് ചിലത് നമുക്കല്ല, നമ്മുടെ മഹാരാജാവിന് അവനെ കാണണമെന്ന് പറയൂ. ബ്ലുവൻ ഇതാ തിരുമനസേ. മഹാരാജന് തന്നോടെന്തോ ഉണർത്തിക്കുവാനുണ്ടെന്ന്. ബ്ലൂവൻ, താങ്കൾ വരൂ. ഇതാ രാജൻ, അങ്ങ് ആവശ്യപ്പെട്ട ബ്ലൂവൻ. നമസ്കാരം പ്രഭോ. നമസ്കാരം. എന്താണ് മഹാരാജൻ അങ്ങേക്ക് അടിയനോട് കൽപ്പിക്കുവാനുള്ളത്? താങ്കളുടെ മുന്തിരിത്തോട്ടം മനോഹരമായിരിക്കുന്നു. നന്നായി പരിപാലിച്ചിട്ടുണ്ടല്ലേ? അതെ മഹാരാജൻ, അടിയൻ പകൽ അന്തിയോളം ഇവിടെയാണ് ചെലവഴിക്കുന്നത്. അത് തോട്ടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും താങ്കളുടെ അർപ്പണം. ഞാനിപ്പോൾ വിളിപ്പിച്ചതെന്തിനാണെന്ന് വെച്ചാൽ, താങ്കളുടെ മുന്തിരിവള്ളിയിൽ വിളഞ്ഞു പഴുത്തു നിൽക്കുന്ന കായ്കൾ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, ഒരു മുന്തിരിങ്ങ കഴിക്കണമെന്ന്. അയ്യോ, ക്ഷമിക്കണം രാജൻ, ഞാൻ അങ്ങയുടെ കൈകൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ അതിന്റെ അർത്ഥം മുന്തിരി മുഴുവനും പറിച്ചു എന്നല്ലേ? അതല്ല, ഞാൻ അത് അങ്ങേക്ക് തരില്ല. പുളി കാരണം അങ്ങ് എൻ്റെ തലയറുക്കും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓഹോ, അങ്ങനെയോ? തേനീച്ചകൾ വരണമെങ്കിൽ മധുരം വേണം. ഇത് കുറുക്കന്റെ തന്ത്രം തന്നെ. രാജാവ് ഉറച്ചു. മടങ്ങി കൊട്ടാരത്തിലെത്തിയ രാജാവ്, മന്ത്രി, നാം ഉടൻ തന്നെ ഒരു വിളംബരം പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് രാജൻ? ഉണർത്തിച്ചാലും. അതായത്, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പുളിക്കുന്ന മുന്തിരിവള്ളികളും വെട്ടിക്കളഞ്ഞ കൊട്ടാരത്തിൽ നിന്ന് നൽകുന്ന നല്ല മധുരിക്കുന്ന മുന്തിരികൾ ഉണ്ടാകുന്ന തൈകൾ നട്ടുപിടിപ്പിക്കുവാൻ നാം ആജ്ഞാപിക്കുന്നു. ഇതു കേട്ടതും നമ്മുടെ കുറുക്കച്ചാര് ഞെട്ടി എന്ന് പറയണ്ടല്ലോ. അവന് തൻ്റെ മുന്തിരിവള്ളികൾ വെട്ടിക്കളയാൻ മനസ്സു വന്നില്ല. അവൻ കൊട്ടാരത്തിലേക്ക് ഒറ്റ ചാട്ടം വെച്ചു കൊടുത്തു. രാജൻ പൊറുക്കണം, എന്റെ മുന്തിരിവള്ളികൾ വെട്ടരുത് രാജൻ, വെട്ടരുത്. പുളിക്കുന്ന എല്ലാ മുന്തിരിവള്ളികളും വെട്ടി പുതിയത് പിടിപ്പിക്കാനാണ് നാം ആജ്ഞാപിച്ചിട്ടുള്ളത്. രാജൻ, അടിയന് തെറ്റുപറ്റി. ഞാനൊരു കള്ളം പറഞ്ഞതാ. സത്യമായിട്ടും എന്റെ മുന്തിരി പുളിക്കുന്നതല്ല, തേൻ മധുരമാണ് തിരുമനസേ, തേൻ മധുരം. പിന്നെ താൻ പറഞ്ഞതോ അവ പുളുപുളാന്ന് പുളിക്കുന്നതാണെന്ന്? അത് പിന്നെ ആർക്കും കൊടുക്കാതിരിക്കാൻ സ്വാർത്ഥത കൊണ്ട് പറഞ്ഞു പോയതാ. അവനവന് ധാരാളമുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവച്ച് നൽകണം. സ്വാർത്ഥനും അതിമോഹിയും കള്ളത്തരം പറയുകയും ചെയ്ത തന്നെ നാം കാട് കടത്താൻ ഉത്തരവിടുന്നു. തൻ്റെ മധുരിക്കുന്ന മുന്തിരിവള്ളികൾ നഷ്ടപ്പെട്ട അവൻ അടുത്ത വനത്തിലെ എല്ലാവരോടും തൻ്റെ മുന്തിരി പുളിക്കും എന്നു പറഞ്ഞു നടന്നു. അങ്ങനെ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന ചൊല്ലുമുണ്ടായി.
നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും സ്വാർത്ഥത വെടിഞ്ഞ് അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കണം. നമുക്ക് കിട്ടാത്തത് മോശമാണെന്ന് പറയാനും പാടില്ല. ഞാനത് ഓർത്തില്ല. ഞാനും. കുറുക്കന്റെ കഥ സൂപ്പർ. പൊന്നിനലടുവനമ്പിളി മാമിന്റെ ചഞ്ചക്കം ചഞ്ചാടും പാട്ട്, ആകാശത്തീരത്ത് പച്ചോല പൈങ്കിളി മൂളി പറക്കുന്ന പാട്ട്.